നാളെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഓരോ ആളുകളെയും ഓരോ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കുമ്പോൾ ആ വാർഡിൽ കൃത്യമായി കൊണ്ട് തനിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർണ്ണമായും നിർവഹിക്കാത്തവരുണ്ട് എങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ പരലോകത്ത് വെച്ച് വലിയ ശിക്ഷയും വലിയ ശിക്ഷകൾ അവർ നേരിടേണ്ടി വരും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അധികാരം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും ലഹരിയാണ്, ആവേശമാണ്. പക്ഷേ അതുകൊണ്ട് വിജയാഘോഷങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ആഘോഷങ്ങളാവാം, ആവേശങ്ങളാവാം, പക്ഷേ ആഭാസങ്ങളാവരുത് എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെ പരസ്യമായി മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള വാക്കോ പ്രവൃത്തിയോ മറ്റുള്ള കാര്യങ്ങളോ നമ്മുടെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടാവാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഏറ്റവും നല്ലൊരു മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം പറയുന്നുണ്ട്. വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിദൂൻ. ഒരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ വാക്കുകൾ, അവന്റെ പ്രവൃത്തികളിൽ നിന്നും എന്തെയും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും അവൻ മാറി നിൽക്കും എന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെ പരസ്യമായി വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, മുറിവേൽക്കുന്ന രീതിയിൽ, അഭിമാനം പിച്ചിക്കീതുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. നമ്മുടെ പള്ളിയുടെ ഹുർമത്ത് പൂർണ്ണമായും പാലിക്കണം എന്ന് ഈ സമയത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പും മറ്റും കാര്യങ്ങളൊക്കെ കഴിയും, പക്ഷേ നമ്മുടെ ബന്ധങ്ങൾക്ക് ഒരു പോറൽ പോലും സംഭവിക്കാൻ പാടില്ല. സ്നേഹങ്ങൾ നിലനിൽക്കുകയാണ് വേണ്ടത്. സ്നേഹബന്ധങ്ങൾ തകരരുത്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്. ഒരു യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവന്റെ വാക്കാല്, അവന്റെ പ്രവൃത്തിയാൽ മറ്റുള്ള ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാത്ത മനുഷ്യനായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. റബ്ബ് തആല നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ അനുസ്മരിച്ചത്. മഹാനുഭാവന്റെ ഹഖ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനുഭാവന്റെ ഹഖ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം.